ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി MDMA കേസ് പ്രതി മുഹമ്മദ് ഹുസൈന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ കോഴിക്കോട് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പ്രതി മുഹമ്മദ് ഹുസൈൻ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി നടത്തിയ പരിപാടിയിലാണ് ഹുസൈൻ പങ്കെടുത്തത്. മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ വി ഡി സതീശനെ കൂടാതെ മലബാറിന് പുറത്തുനിന്ന് പങ്കെടുത്തത് ഹുസൈൻ മാത്രമാണ്. 2025 മാർച്ച് 22 നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഇതാണ് ആ ദൃശ്യങ്ങൾ. മലബാർ മേഖലയിൽ നിന്ന് പുറത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രം എന്തു ബന്ധമാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശന് മുഹമ്മദ് ഹുസൈനുമായിട്ടുണ്ടായിരുന്നത്? MDMA കേസിലെ പ്രതികളുമായി മുഖ്യമന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് DYFI ഇന്ന് പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. VS രഞ്ജിത്തും സജോ ദേവസിയും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, തെക്കൻ കേരളത്തിലെയോ മധ്യ കേരളത്തിലെയോ അധികം നേതാക്കളെ ഈ ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. കൂടുതലും ആളുകൾ പങ്കെടുത്തത് മലബാർ മേഖലയിൽ നിന്നാണ്. അവിടേക്കാണ് ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയായി പെരുമ്പാവൂരിൽ നിന്ന് കോഴിക്കോട് നിന്ന് 150 കിലോമീറ്റർ അകലെ നിന്ന് മുഹമ്മദ് ഹുസൈൻ എത്തുന്നത്. അങ്ങനെ മറ്റാർക്കുമില്ലാത്ത മറ്റ് തെക്കൻ മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കോ DCC പ്രസിഡന്റുമാർക്കോ എന്തിന് നവകേരള സദസ്സിൽ തല്ലുവാങ്ങിക്കുട്ടി AD തോമസിന് പോലുമോ ഇല്ലാത്ത ഒരു താല്പര്യം എങ്ങനെയാണ് മുഹമ്മദ് ഹുസൈനിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ ഉണ്ടായത് എന്നത് ബലപ്പെടുത്തുന്നതല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺകുമാർ, ഈ ഹുസൈനുമായുള്ള ബന്ധത്തെക്കുറിച്ച് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമരത്തിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റപ്പോൾ ആ ഒരു പ്രവർത്തകനോടുള്ള വാത്സല്യം എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാത്സല്യം മാത്രമല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആ ബന്ധം കുറച്ചുകൂടി സുദൃഢമാണ്, അത് കുറച്ച് ദീർഘകാലമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ആ ബന്ധത്തിന് കുറച്ച് ആഴവുമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുന്ന ദൃശ്യമാണ് കോഴിക്കോട്ട് ഗ്രാൻഡ് ഹോട്ടലിൽ സംഘടിപ്പിച്ച ഈ ഇഫ്താർ വിരുന്നിന്റെ ചിത്രം പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും 2 ഇഫ്താർ പാർട്ടികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് നടത്തിയിരുന്നു. അതിൽ കോഴിക്കോട്ട് നടന്ന പരിപാടിയിൽ ഇവിടുത്തെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ മന്ത്രിമാരും MLA മാരും കോഴിക്കോട്ടെ വ്യാപാര പ്രമുഖന്മാരും ഒക്കെയാണ്, സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും ഒക്കെയാണ് പങ്കെടുത്തത്. ആ പരിപാടിയിൽ ഈ ഹുസൈൻ പങ്കെടുക്കുകയും ഹുസൈൻ ഇരിക്കുന്ന ടേബിൾ, ആ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വി ഡി സതീശൻ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വി ഡി സതീശനും ഹുസൈനും തമ്മിലുള്ള ബന്ധം അത് ഏതെങ്കിലും ഒരു സമര പോരാളിയും പാർട്ടിയിലെ നേതാവും തമ്മിൽ ഉള്ള ബന്ധമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാഫിലോ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായോ സഹായിക്കുകയോ ഒക്കെ ചെയ്തിരിക്കാം. അതിന്റെ കാര്യങ്ങളാണ് വി ഡി സതീശൻ വ്യക്തമാക്കേണ്ടത്. അതിലിപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ളതാണ്. ആ ആരോപണത്തെ പൂർണ്ണമായും വി ഡി സതീശൻ തള്ളുകയാണ്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ നിയമിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ നിയമിച്ചിട്ടില്ല എങ്കിൽ മറ്റെന്ത് ചുമതലയാണ് തന്റെ ടീമിൽ പ്രതിപക്ഷ നേതാവ് ഈ ഹുസൈന് കൊടുത്തിട്ടുണ്ടായിരുന്നത്? തന്നോടൊപ്പം സന്തത സഹചാരിയായി എല്ലാ പരിപാടികളിലും എല്ലാ ഇടങ്ങളിലും എത്താൻ മാത്രമുള്ള ഒരു ആക്സസ്, ഈ നേതാക്കന്മാരിലേക്കുള്ള ഒരു ആക്സസബിലിറ്റി പലപ്പോഴും ഉണ്ടാവുക ഒന്നെങ്കിൽ സ്റ്റാഫിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമതലകൾ വഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിൽ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്ക് അന്ന് ഈ ഹുസൈൻ ഉണ്ടായിരുന്ന ആക്സസ് എന്താണ്? അത് ഏതെങ്കിലും ചുമതലയുമായി ബന്ധപ്പെട്ടതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണോ? ഇനി സംഘടനാപരമായ എന്തെങ്കിലും നിർദ്ദിഷ്ടമായ ചുമതലകൾ ഈ ഹുസൈന് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇനി അഥവാ വ്യക്തിബന്ധമാണോ? ഇത് വ്യക്തമാക്കാനാണ് വി ഡി സതീശനോട് ആവശ്യപ്പെടുന്നത്. അത് കേവലം ഒരു സമരപരിപാടിയിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റ ഒരു ചെറുപ്പക്കാരനോട്, പാർട്ടി നേതാവിനോടുള്ള വാത്സല്യം മാത്രമായി കണക്കാക്കാൻ, അങ്ങനെയാണെങ്കിൽ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ കോഴിക്കോട്ടും അടി വാങ്ങിയവരുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അവരോടൊന്നും കാണിക്കാതെ, അവരൊന്നും പങ്കെടുക്കാത്ത ഒരു ഇഫ്താർ പാർട്ടിയിൽ എങ്ങനെയാണ് ഈ ഹുസൈൻ പങ്കെടുക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് വലിയ പരിചയമില്ല എന്നാ പറയുന്നത്. അപ്പൊ യൂത്ത് കോൺഗ്രസിലൊന്നും വലിയ ചുമതലകൾ വഹിക്കുന്ന ആളല്ലെങ്കിൽ, സാധാരണക്കാരനായ ഒരു മണ്ഡലം ഭാരവാഹിയോ അതിന് താഴെയുള്ള ഭാരവാഹിയോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ ടീമിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ഉത്തരവാദിത്തം ഈ ചിത്രം പുറത്തു വരുന്നതോടുകൂടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനുണ്ട് എന്നുള്ളതാണ്.